ഹലോ, സ്റ്റിച്ച് ആൻഡ് സ്റ്റൈലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ഈ കുർത്തിയുടെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നോക്കിയാലോ. അപ്പോൾ ബാക്കി എക്സ്ട്രാ ക്ലോത്തൊക്കെ ഈ സൈഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് മാറ്റുക. ഒരു 1/2 ഇഞ്ച് മതി. അത് കഴിഞ്ഞിട്ട് ആ ഒരു കർവ് വന്നൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തു നിന്ന് ഞാനിങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഇങ്ങനെ മറിച്ച് ഈ ഒരു ക്യാൻവാസിലേക്ക് വെച്ചിട്ട് ഒന്നല്ലെങ്കിൽ പശ വെച്ച് ഒട്ടിക്കാം. ഞാനിവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്, ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കാം. ഇത് അഴിച്ച് കളയണമെങ്കിൽ കളയാം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ലോങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ പീസും കൂടെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് വേറൊരു ക്ലോത്ത് എടുക്കുക, ഇതിൻ്റെ നല്ല വശം നിവർത്തി വയ്ക്കുക. എന്നിട്ട് ഈ ക്യാൻവാസ് ഒട്ടിച്ചതിൻ്റെ നല്ല വശം അതിനോട് ഫേസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ മടക്കി അടിച്ച ഭാഗമല്ല വെക്കേണ്ടത്, അതിൻ്റെ അപ്പുറത്തെ ഒരു വശം ഉണ്ടല്ലോ, ആ ഒരു വശം വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് കാൽ ഭാഗം വെച്ചിട്ട് 1/4 ഇഞ്ച് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കട്ടിങ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മറിച്ചെടുക്കാൻ കുറച്ച് ഈസി ഉണ്ടാവും കേട്ടോ. ഈസിലി നമുക്ക് മറിച്ചെടുക്കാം. മറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് തന്നെ കൊടുക്കുക. ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ലോങ് സ്റ്റിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ കഴിയുമ്പോൾ ആ ഒരു ലോങ് സ്റ്റിച്ച് നോക്കിയിട്ട് അഴിച്ച് കളയാനായിട്ട് സാധിക്കും. അതിനാണ് ലോങ് സ്റ്റിച്ച് കൊടുക്കാനായിട്ട് പറയണത്. അപ്പോൾ അത്രയും കഴിഞ്ഞ് നമ്മുടെ ക്യാൻവാസ് വന്ന് നിൽക്കുന്നിടത്ത് നമുക്കൊരു മാർക്കിങ് കൊടുക്കാം. താഴത്തെ തുണിയിലാണ് കേട്ടോ മാർക്ക് ചെയ്യണത്. എന്നിട്ട് നമുക്ക് 1/4 ഇഞ്ച് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ടോപ്പ് എടുക്കുക. ടോപ്പിലേക്ക് ടോപ്പിൻ്റെ ചീത്ത സൈഡിൽ വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതിങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അത് ക്യാൻവാസ് ഉള്ള ഭാഗമല്ല, ഇല്ലാത്ത ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ലൈൻ കൊടുത്തല്ലോ, അവിടെ നിന്നേ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. മാർക്കിങ് കൊടുത്തിട്ടുണ്ടല്ലോ 6 ഇഞ്ച് വരെ, ഓർമ്മയുണ്ടല്ലോ, ആ ഒരു മാർക്കിങ്ങിലേക്ക് വരെ അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. അവിടെ സ്റ്റിച്ച് ചെയ്ത് ആ 1/4 ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്, 1/2 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്യണത്. ആ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ ഒരു കട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതിനെ മറിച്ച് നല്ല വശത്തേക്ക് വെക്കാം. അപ്പോൾ നല്ല ഈസിലി മറിഞ്ഞ് കിട്ടും. നല്ല വശത്തേക്ക് ഇത് എങ്ങനെ മറിച്ച് വെച്ചാൽ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് വിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച്, നല്ല സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ചെയ്തിട്ടുള്ളത് ഇതൊന്ന് മടക്കി വെച്ചിട്ട് ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടത് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ജോയിൻ ചെയ്തെടുക്കുക. 2 ഷോൾഡറും ഡബിൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഞാനിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഓപ്പൺ സൈഡിലാണ് കൊടുത്തത്, അത് ശ്രദ്ധിക്കണേ. ഓപ്പൺ സൈഡിലാണ് കൊടുത്തത്. അതിനുശേഷം ഞാൻ കുറച്ച് പേൾ പിന്ന് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എടുക്കുക. ടോപ്പിൻ്റെ നെക്ക് ഇങ്ങനെ 2 ആക്കിയിട്ട് മടക്കി വയ്ക്കുക. അതിനുശേഷം ആ ബാക്ക് വശത്തെ നെക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് ആ ഒരു ലൈനിലേക്ക് ആ ക്ലോസ്ഡ് ഭാഗമില്ലേ, ക്ലോസ്ഡ് ഭാഗത്തു നിന്നാണ് കേട്ടോ വെക്കേണ്ടത്. ബാക്കി വശമൊക്കെ ഓപ്പണാണ്, ആ ഒരു വശം മാത്രമേ ഉള്ളൂ കേട്ടോ ക്ലോസ്ഡ്. ശ്രദ്ധിക്കണം. ആ വശത്തു നിന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ അവിടെ ഒരു ചെറിയൊരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല എങ്കിലും ഞാൻ അവിടെ ഒരു മാർക്കിങ് കൊടുത്തു. ആ ഷോൾഡർ ഭാഗത്തിൻ്റെ അവിടെയാണ് കേട്ടോ മാർക്ക് ചെയ്തത്. പിന്നെ ഞാൻ ആ കൈ എടുക്കുന്നേ ഇല്ല കേട്ടോ, കൈ എടുക്കുന്നില്ല. ഇങ്ങനെയല്ല വെച്ച് കൊടുക്കേണ്ടത്, ഇങ്ങനെ വെച്ച് കൊടുക്കരുത്. അങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കുക കേട്ടോ. ബാക്കിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുക. അപ്പോഴും ബാക്ക് വശമല്ല, ഫ്രണ്ട് വശം മാത്രമാണ് കേട്ടോ. ഞാൻ അവിടുന്ന് കൈ എടുത്തിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. കൈ ഞാൻ എടുത്തിട്ടില്ല അവിടുന്ന്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് വശം ഇങ്ങനെ മാറ്റി വെച്ച് ഇങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ. എന്നിട്ട് നമുക്ക് അതിനൊരു ലൈന് കൊടുക്കാം. ആ ഒരു കർവിൽ തന്നെ ഒരു ലൈന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ. ക്ലോത്ത് മാറ്റാം. ഒരു 3/4 ഇഞ്ചിൽ നമുക്ക് വീതി വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. കോളറിൻ്റെ വീതിയാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കതിനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് സാവകാശം തന്നെ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ കോളറിൻ്റെ ആ ഒരു ഷേപ്പ് മാറിപ്പോവും. അതുകൊണ്ടാണ് പതുക്കെ ആ സെയിം അളവ് തന്നെ കൊടുത്ത് എടുക്കുക. എന്നിട്ട് അതിനെ ഒറ്റ ജോയിൻ ചെയ്തെടുക്കാം. ഈ ഒരു വശത്തേക്ക് ഇങ്ങനെ ഒരു കർവ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെ കർവ് കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഉള്ളതെല്ലാം റിപ്പീറ്റേഷൻ ആണ് കേട്ടോ.
അപ്പോൾ ക്ലോത്തിൽ ഒട്ടിക്കുക, മറിച്ചിടുക, തിരിച്ചിടുക അതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ റിപ്പീറ്റേഷൻ ആയതുകൊണ്ട് ഞാൻ പറയണില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.